ഇതൊരു സൺഡേ വ്ളോഗാണ്. സൺഡേ എന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് തന്നെ കൊടുക്കുന്ന ഒരു ഡേ. അത് ഈ സൺഡേ മുഴുവനായിട്ട് എനിക്ക് കൊടുക്കാമെന്നല്ല, സൺഡേയിൽ കഴിയുന്നത്ര ടൈം ഞാൻ എനിക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ സൺഡേയിൽ ചെയ്യുന്ന കാര്യങ്ങൾ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസങ്ങളിലും എല്ലാവരും പല തിരക്കിലായിട്ട് ഓടി നടക്കുകയാണ്. നമ്മളെ നോക്കാൻ നമുക്ക് സമയമില്ല. നമുക്ക് കുട്ടികളെ നോക്കണം, വീട്ടിലുള്ള ആൾക്കാരെ നോക്കണം, അവർക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ ഓരോ കാര്യത്തിൽ വേണ്ടിയിട്ട് എല്ലാവരും ബിസിയാണ് എല്ലാ ദിവസവും. പക്ഷേ ഈ ബിസിയായ ഈ ലൈഫിൽ നമ്മൾ മറന്നു പോകുന്ന ഒന്നുണ്ട്. എന്താണ്? നമ്മുടെ സെൽഫിനെ. എല്ലാവരും പറയുന്നു സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലുമല്ല. സെൽഫിഷ് എന്നുള്ളത് മറ്റൊന്നാണ്, സെൽഫ് ലവ് എന്ന് പറയുന്നത് മറ്റൊന്നാണ്. സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതോടൊപ്പം നമ്മൾ നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. സെൽഫിഷ് എന്ന് പറയുന്നത് എന്താ? നമ്മളെ മാത്രം കെയർ ചെയ്യുക, നമ്മളെ മാത്രം സ്നേഹിക്കുക, അതായത് നമ്മൾ മാത്രം എന്നുള്ളത്. പക്ഷേ സെൽഫ് ലവ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ നമ്മളെ മക്കൾ നമ്മളെ സ്നേഹിക്കണം, അതേപോലെ നമുക്കും അവരെ സ്നേഹിക്കാനും കെയർ ചെയ്യാനും പറ്റണം. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിനെ നല്ലപോലെ സ്നേഹിക്കാനും അവരെ കെയർ ചെയ്യാനും നമുക്ക് പറ്റണം. അതേപോലെ തന്നെ അവരും നമ്മളെ സ്നേഹിക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ടല്ലേ. പക്ഷേ നമ്മൾ തീരെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മളെ സ്നേഹിക്കോ? ചുറ്റുമുള്ള ആൾക്കാർ നിങ്ങളെ സ്നേഹിക്കോ? നിങ്ങൾക്ക് തന്നെ നിങ്ങളെ തീരെ ഇഷ്ടമല്ല, പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കുക? ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് മക്കളെ സ്നേഹിക്കണം എന്നുള്ളതുണ്ട്. നല്ലപോലെ മക്കളെ സ്നേഹിക്കണം, നല്ലപോലെ മക്കളെ നോക്കണം എന്നുള്ളത്. പക്ഷെ നിങ്ങളെ നോക്കുന്നില്ല, നിങ്ങളെ കെയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മക്കളെ നോക്കാനും മക്കളെ കെയർ ചെയ്യാനും പറ്റുക? ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ കെയർ ചെയ്യാണ്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം നിങ്ങൾക്ക് ഭയങ്കര ക്ഷീണം വന്നു, തളർന്നു. മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങൾ തളർന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ മക്കൾക്ക് സ്കൂളിൽ പോകാൻ ടൈമായി. അവരുടെ കാര്യങ്ങൾ ഒന്നും നടക്കുന്നില്ല. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പറ്റുന്നില്ല. കാരണം നിങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്നിട്ടുള്ളത്. കാരണം നിങ്ങൾ ഡെയിലി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളെ കെയർ ചെയ്യാതെ, നിങ്ങളെ സ്നേഹിക്കാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്നു. അപ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളുടെ പാരൻസിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ചെയ്യണം എന്നല്ല, പക്ഷെ പറ്റുന്നില്ല. പക്ഷെ നേരെ മറിച്ചിട്ട് നിങ്ങളെ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ഒന്ന് ചാർജ് ആക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് മുന്നോട്ട് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ ഫാമിലിയെയും നിങ്ങൾക്ക് നോക്കാൻ പറ്റും. നമ്മൾ ഫോണൊക്കെ ചാർജ് ചെയ്യുന്നില്ലേ? എന്തുകൊണ്ടാണ് ചാർജ് ചെയ്യുന്നത്? ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട്. ചാർജ് ആയാൽ മാത്രമേ ആ ഫോൺ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലേ. സ്വിച്ച് ഓഫ് ആയ ഫോണുകൊണ്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അതേപോലെ തന്നെയാണ് നമ്മളെ ചാർജ് ആക്കുക എന്നുള്ളത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അതിനാണ് സെൽഫ് ലവ്, സെൽഫ് കെയറൊക്കെ. സെൽഫ് ലവ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ചിലപ്പം വായിക്കുക എന്നുള്ളതാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് ആവാം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നതാവാം, നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഹോബി ചെയ്യുന്നതായിരിക്കാം. ഇത് സെൽഫ് ലവ് ആണ്, സെൽഫ് കെയർ. ഒരു ആഴ്ചയിൽ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 10 മിനിറ്റോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ, നിങ്ങളെ ചാർജ് ആക്കുകയാണെങ്കിൽ, ആ ഒരു 1 വീക്ക്, ആ ഒരാഴ്ച നിങ്ങൾ ഭയങ്കര ചാർജായിട്ടുണ്ടാവും, ഭയങ്കര ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും.
ഇനിയല്ല നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഡേ എടുക്കുന്നില്ല, അല്ലെങ്കിൽ നീ സെൽഫ് കെയറോ സെൽഫ് ലവോ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാർജ് ഇങ്ങനെ ലോ ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒടുവിൽ സ്വിച്ച് ഓഫ് ആകുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആഗ്രഹം ഉണ്ടാവും ഇതൊക്കെയോ ചെയ്യണമെന്ന്, പക്ഷെ ചെയ്യാൻ പറ്റില്ല. അപ്പം അതിന് മുന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കെയർ ചെയ്യുക. നമുക്ക് ആഗ്രഹമുണ്ട് എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരും കെയർ ചെയ്യാനും എല്ലാവർക്കും വേണ്ടി ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, എല്ലാം നമുക്ക് ആഗ്രഹമുണ്ട്. മുന്നോട്ടും അതേപോലെ ചെയ്യുകയാണെങ്കിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യണം, നമ്മളെ കുറച്ചൊന്ന് കെയർ ചെയ്യണം. പലരും പറയുന്നുണ്ട് ആരും എന്നെ സ്നേഹിക്കുന്നില്ല, ആരും എന്നെ അംഗീകരിക്കുന്നില്ല എന്നൊക്കെ. ആദ്യം നമ്മളെ സ്നേഹിക്കുക, നമ്മൾ അംഗീകരിക്കുക, എന്നിട്ട് മറ്റുള്ളവർ അംഗീകരിക്കുന്നുണ്ടോ നോക്കുക. നമ്മൾ എല്ലാ മാസവും 21 ദിവസം ഒരു ഫ്രീ ക്ലാസ് വെക്കാറുണ്ട് സെൽഫ് ലവിൻ്റെ. അതിൽ ഫസ്റ്റ് ഡേ തന്നെ പലരും പറയുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, മാനസികമായിട്ട് ശാരീരികമായിട്ട് പറയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. പക്ഷേ ആ 21 ദിവസം കഴിയുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഇതൊക്കെ മുമ്പേ കേട്ടിട്ടുള്ള കാര്യമാണ്, പക്ഷെ ഞാൻ അത്ര വലിയ കാര്യമാക്കിയിട്ടില്ല. ഞാൻ എപ്പോഴും എൻ്റെ ഫാമിലിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാറ്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് അതാണ് നല്ലത്, അല്ലെങ്കിൽ അതാണ് വേണ്ടത് എന്നുള്ളതാണ്. പക്ഷേ ഫാമിലിയെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എന്നെ സ്നേഹിക്കുകയും എനിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പോലെ തന്നെ ഞാൻ എൻ്റെ ഫാമിലിക്കും ഇമ്പോർട്ടൻസ് കൊടുത്തപ്പോൾ എൻ്റെ ഫാമിലി കുറച്ചും കൂടി ഒരു സ്നേഹിക്കുക, അല്ലെങ്കിൽ അതേപോലെ എല്ലാവരും എന്നെ സ്നേഹിക്കുന്ന പോലെ, അല്ലെങ്കിൽ എല്ലാവരും എന്നെ കെയർ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നാണ്. പണ്ട് എപ്പോഴും ഒരു സങ്കടപ്പെട്ടിരിക്കുന്ന ഞാൻ, എന്തിനാണ് സങ്കടപ്പെട്ട് ഇരിക്കുന്നതെന്ന് പോലും അറിയാത്ത ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷമാണ്. മറ്റുള്ളവരോട് സംസാരിക്കാനായിക്കോട്ടെ, എന്ത് പറയാനും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് ഹാപ്പിനെസ് എന്നുള്ളത്, എന്താണ് നീക്ക് ഇത്ര ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നത്, എന്താണ് നീ ഇത്ര സന്തോഷമായിട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു കാരണമാണ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ കെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ സെൽഫ് ലവ് ഇതേപോലെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ ഈ ആഴ്ച, അതായത് ഈ സൺഡേ നമ്മളൊരു ഫ്രീ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ. അതേപോലെ നമ്മൾ ഒരുപാട് ചാലഞ്ച് നമ്മൾ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഫ്രീ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണം, കേൾക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.